പാലായിലേക്ക് തന്നെയാണ് നഗരസഭയിൽ UDF പിന്തുണയോടെയുള്ള സ്വതന്ത്ര കൂട്ടായ്മയുടെ ഭരണം വീണിരിക്കുന്നു. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം കോൺഗ്രസിലെ ഒരു വിഭാഗം കൗൺസിലർമാരുടെ പിന്തുണയോടെ പാസ്സായി. വിപ്പ് ലംഘിച്ച് 4 കോൺഗ്രസ് കൗൺസിലർമാർ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതോടെയാണ് ദിയാ പുളിക്കഖണ്ഡത്തിന് പുറത്തു പോകേണ്ടി വന്നത്. പ്രാദേശികമായി കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതിൽ തെറ്റില്ലെന്ന് കേരള കോൺഗ്രസ് M കൗൺസിലർമാർ വ്യക്തമാക്കി. പ്രതികരണങ്ങളുണ്ട്, അതിലേക്ക് ആദ്യം. ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നല്ല പറഞ്ഞത്. പാലായുടെ വികസനത്തിന് വേണ്ടി നല്ല രീതിയിൽ പഠനം നടത്താൻ ആരാണോ വരുന്നത്, ഞങ്ങളെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ വളരെ വഴിയുള്ള പഠനം പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, അവരും അത് സ്വാഭാവികമായിട്ടും അവര് നീതിക്ക് വേണ്ടിയാണല്ലോ ഈ 17 വരുന്നത്. അപ്പൊ നീതിക്ക് വേണ്ടി നിൽക്കുന്നവരെ ഒരാൾ വന്നാൽ ഞങ്ങൾ പിന്തുണയ്ക്കാൻ പാസ്സാണല്ലോ. അവിശ്വാസ പ്രമേയവും പാസ്സായതിന് പിന്നാലെ ജനാധിപത്യ വിധിയെ പൂർണ്ണമായും ബഹുമാനിക്കുന്നുവെന്ന് ദിയാ പുളിക്കഖണ്ഡം പ്രതികരിച്ചു. തീർച്ചയായിട്ടും അംഗീകരിക്കും. ഇതൊരു ജനാധിപത്യമായിട്ടുള്ളൊരു വിധിയാണ്. തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. പ്രതീക്ഷിച്ചിരുന്നത് ഞങ്ങൾ UDFനെയാണ് സപ്പോർട്ട് ചെയ്തത്. UDF പറഞ്ഞതാണ് ഇതുവരെ കേട്ടിട്ടുള്ളൂ, ഇനി അങ്ങനെ കേൾക്കുന്നുള്ളൂ. അപ്പം UDF നേതൃത്വം ഉള്ള അനുസരിച്ചാണ് ഞങ്ങൾ ഇതുവരെ പോയത്. അപ്പോൾ അവരുടെ തീരുമാനം വരുമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ അങ്ങനെയല്ല വന്നത്. കൂടെയുള്ള കൗൺസിലേഴ്സ് ഇവരെല്ലാം UDF പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കേട്ടോ, അല്ല നേതൃത്വം പറഞ്ഞ് അംഗീകരിച്ച് വന്നവരാണ് ഇവരെല്ലാവരും. നേതൃത്വം എപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ UDFന്റെ ബാക്കിംഗ് എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, കൗൺസിലറായിട്ട് വന്ന ചെയർപേഴ്സൺ ഒരു വലിയ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. എനിക്ക് അവസരം ഉണ്ടാക്കി തന്നതും UDF ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക കടപ്പാട് എനിക്ക് എപ്പോഴും അവരോട് കാണും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ചെയർപേഴ്സൺ എന്നതിൽ ഈ 6 മാസം ഒരു രീതിയിലുള്ള അഴിമതിയോ സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ കൈക്കൂലിയോ പിൻവാതിൽ നിയമനമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ലോ തെറ്റിച്ചു എന്നോ അങ്ങനത്തെ ഒരു ആരോപണം പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതിന് ഞാൻ വളരെ പ്രൗഡായിട്ട് അഭിമാനത്തോടെ തന്നെ പറയാം. ഞാനിപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത് ആ ഒരു ആത്മവിശ്വാസത്തോടെയാണ്. ജനങ്ങൾക്ക് വേണ്ടി എല്ലാം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനോട് കൂറു പുലർത്താൻ സാധിച്ചിട്ടെന്നുള്ള ഉറപ്പോടെയാണ് ഞാൻ പോകുന്നത്. ബാക്കിയുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഞാനിപ്പോൾ മറുപടി നൽകുന്നില്ല. എല്ലാം ഒരു രാഷ്ട്രീയ കളിയാണ്. സ്വാഭാവികമായിട്ട് ഇപ്പം നിങ്ങൾ എതിർത്തിരിക്കുന്ന 4 കോൺഗ്രസിന്റെ കൗൺസിലർമാരും മായ രാഹുലും നഗരസഭ ഉപാധ്യക്ഷയാണ്. അവരുടെ നീക്കം എന്തായിരിക്കും? അവർ ഈ കേരള കോൺഗ്രസുമായിട്ട് ചേർന്ന് ഒരു ഭരണം നടത്താനുള്ള ഒരു നീക്കമാണോ? അയ്യോ, എനിക്ക് അറിയില്ല. കാരണം ഞാൻ അതിന്റെ ഭാഗമല്ല. ഞാനിപ്പോൾ ഒരു കൗൺസിലറാണ്. അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എനിക്ക് തോന്നുന്നു അവർ തന്നെയാണ് ഇതുവരെ തീരുമാനം എടുത്തിട്ടുള്ളത്. അത് അവരോട് തന്നെ ചോദിക്കണമായിരിക്കും. ഷിനോജ് എസ്.ടി വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, അങ്ങനെ ചുരുങ്ങിയ കാലത്തേക്ക് ഭരണത്തിലിരുന്നു, ചെയർപേഴ്സൺ കസേരയിൽ ഇരുന്നു, ദിയയ്ക്ക് ഇന്ന് പുറത്തേക്ക് പോകേണ്ടി വരുന്നു. സ്വതന്ത്ര കൂട്ടായ്മയായിട്ടുള്ള ബന്ധം അങ്ങനെ വിച്ഛേദിക്കപ്പെടുമ്പോൾ അവിടെ വിപ്പടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് DCC അറിയിച്ച വിപ്പ് ലംഘിച്ചുകൊണ്ടാണ് ഈ കൗൺസിലർമാർ ഇങ്ങനെ കൈകൊടുക്കുന്നതും പുതിയ കൂട്ടുകെട്ടിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത്. അത് എത്രത്തോളം അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്? ഇനിയിപ്പോൾ അടുത്ത പേര് ഈ പറയുന്ന മായ എന്ന ആ മറ്റൊരു കൗൺസിലറുടെ പേരിലേക്കായിരിക്കുമോ ഇനി ആ കസേര, ചെയർപേഴ്സൺ കസേരയിൽ പേര് കൂടുതൽ പ്രാമുഖ്യമുള്ളത്? എന്തൊക്കെയാണ് ഈ ദിവസം നടന്നതും മറ്റ് പ്രതികരണങ്ങൾ എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ അടക്കം പ്രാദേശികമായ പ്രതികരണങ്ങൾ അപ്പുറത്തേക്ക് നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? UDFന്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ പ്രതികരണം എന്താണ്? പ്രത്യേകിച്ച് 6 മാസം നീണ്ടുനിന്ന പുളിക്കക്കണ്ടം കുടുംബത്തിലെ പാലാ നഗരസഭയുടെ ഭരണം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. LDF ചെയർപേഴ്സണെതിരെ കൊണ്ടുവന്ന അവിശ്വാസം 17 ചേർന്ന് പാസ്സായിരിക്കുകയാണ്. ആകെ 17 പേരാണ് ഹാജരായത്. ആകെ 26 അംഗ കൗൺസിലാണ്. അതിൽ 12 പേരാണ് LDF ഭാഗത്തുള്ളത്. ഒരുപക്ഷെ ഇതിൽ പാസ്സാകണമെങ്കിൽ 14 പേർ ഒപ്പുവെക്കണമായിരുന്നു. എന്നാൽ അതിനേക്കാളും അപ്പുറത്ത് 17 പേർ ഒപ്പിട്ടുകൊണ്ടാണ് ഈ അവിശ്വാസം നിലവിൽ ഇപ്പോൾ പാസ്സായിരിക്കുന്നത്. ഇന്നലെ തന്നെ DCC പ്രസിഡന്റ് പറഞ്ഞത് കോൺഗ്രസിന്റെ കൗൺസിലർമാർക്കെല്ലാം ഞങ്ങൾ വിപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ്. എന്നാൽ അതിൽ വിപ്പ് കൈപ്പറ്റിയത് 2 കൗൺസിലർമാർ മാത്രമാണ്. 4 കൗൺസിലർമാർ വിപ്പ് കൈപ്പറ്റിയിരുന്നില്ല. ഈ 4 കൗൺസിലർമാരും ഇന്ന് യോഗത്തിൽ ഹാജരായിക്കൊണ്ട് ഇത്തരത്തിൽ ഈ ചെയർപേഴ്സണെതിരെ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് കാണിച്ചുകൊണ്ട് അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുകയാണ് 4 കോൺഗ്രസിന്റെ കൗൺസിലർമാരും ചെയ്തത്. ഒപ്പം കോൺഗ്രസിന്റെ തന്നെ വിമതയായി മത്സരിച്ച് വിജയിച്ച മായ രാഹുൽ നിലവിൽ ഇപ്പോൾ വൈസ് ചെയർപേഴ്സണാണ്. അവരും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഈ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ LDFന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന 12 കൗൺസിലർമാരും ഈ 5 കൗൺസിലർമാരും ചേർന്ന് 17 കൗൺസിലർമാർ പിന്തുണയോട് കൂടിയാണ് ഈ അവിശ്വാസം നിലവിൽ ഇപ്പോൾ പാസ്സായിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതിനാൽ തന്നെ മറ്റുള്ള കൗൺസിലർമാർ UDFന്റെ ഭാഗമായി നിന്ന കേരള കോൺഗ്രസ് ജോസഫിലെയോ KDPയിലെയോ ഒന്നും തന്നെ കൗൺസിലർമാർ ഇന്ന് ഈ യോഗത്തിൽ ഹാജരായിരുന്നുമില്ല. എന്തായാലും ഈ വീണതോടുകൂടി ഇനി എന്താണ് ഭാവി എന്താണെന്ന് സംബന്ധിച്ചാണ് ചർച്ചകൾ. അവിടെയാണ് ഷിനോജ് ഈ DCC നേതൃത്വത്തെ
വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രാദേശികമായിട്ട് ഈ ഭരണം അവിടെ അട്ടിമറിക്കപ്പെടണം എന്ന രീതിയിലേക്ക് ചില കൗൺസിലർമാർ ഇങ്ങനെ തീരുമാനമെടുക്കുമ്പോഴും അവരിപ്പോഴും ഇന്ന് കോൺഗ്രസിൻ്റെ അംഗങ്ങളാണ്, ഈ നിമിഷം വരെയും കോൺഗ്രസിൻ്റെ അംഗങ്ങളായി തുടരുകയാണ്. അപ്പോൾ അവിടെ എന്താണ് DCCയുടെ ഭാഗത്ത്? ഇപ്പോൾ നമ്മൾ നാട്ടകം സുരേഷിനെ ബന്ധപ്പെടുമ്പോൾ KPCC അധ്യക്ഷൻ്റെ ഒരു തീരുമാനം വരട്ടെ എന്നാണ് അദ്ദേഹം പരസ്യമായി അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ എന്താണ് ഈ കോൺഗ്രസ് നേതൃത്വത്തിന് ഇവർക്കെതിരെ നടപടി കൈക്കൊള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? അങ്ങനെ ഒരു നിലപാടെടുക്കുമോ? നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രമേയം ഈ ചെയർപേഴ്സണെതിരെ ആദ്യം അവതരിപ്പിക്കുന്നത്. അതായത് പ്രതിപക്ഷം ഒരു സാങ്കേതികപരമായി അവിശ്വാസ പ്രമേയമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് മുൻപ് തന്നെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്, അത് പ്രമേയമായി അവതരിപ്പിച്ചതൊക്കെ തന്നെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ചേർന്നുകൊണ്ടാണ്, കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ചേർന്നുകൊണ്ടാണ്. ഈ പ്രമേയം മുഖ്യമന്ത്രിക്കും KPCC പ്രസിഡന്റിനും ഉൾപ്പെടെയുള്ളവർക്ക് ഈ കൗൺസിലർമാരൊക്കെ തന്നെ ചേർന്ന് അയച്ചു കൊടുക്കുകയും ചെയ്തു. കാരണം ഇവിടെ നടക്കുന്നത് പൂർണ്ണമായും ഒരു കുടുംബാധിപത്യ തരത്തിലാണ് കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിന്റെ കൗൺസിലർമാർ എന്ന നിലയിൽ പോലും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ പ്രമേയത്തിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ 4 കൗൺസിലർമാരും ഒരേ മനസ്സോടു കൂടി ഇത്തരത്തിൽ ഈ ഭരണം മുന്നോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് പറയുന്ന സമയത്ത് DCC പ്രസിഡന്റ് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലൊരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും അല്പസമയം മുൻപ് തന്നെ DCC പ്രസിഡന്റുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പ്രതികരിക്കാം എന്ന തരത്തിലാണ് പ്രതികരണം നമുക്ക് നേരത്തെ കേട്ടിരുന്നു. അത് ഒരിക്കൽ കൂടി മടങ്ങിയെത്താം ഷിനോജ്. ടോണിയുടെ പ്രതികരണത്തിലേക്ക്. വിടുതല ചെയ്യുന്ന പണിയായിരുന്നു അന്ന് ബിജു പുളിക്കണ്ടം ചെയ്തിരുന്നത്. അന്ന് LDFന്റെ ഭാഗത്തായിരുന്നു ഈ ബിനു പുളിക്കണ്ടം ഇരുന്നത്. അന്ന് UDFന്റെ ഭാഗത്തല്ല. ഇന്ന് ഈ പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ ശ്രീ മാണി സി കാപ്പൻ MLA മത്സരിച്ചപ്പോൾ 3ാം സ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ വാർഡുകളിൽ പോയി. അതിനൊക്കെ മറുപടി വേണ്ടേ? എന്തുകൊണ്ട് എങ്ങനെ UDFകാരായി ഇവർ സ്വതന്ത്ര മുന്നണിയാണ്? UDFകാരെ അല്ല വഞ്ചിച്ചത്, UDFകാരായി ഞങ്ങളെയാണ് ഇവർ വഞ്ചിച്ചത്. ഇവരെ DYPക്ക് സ്ഥലം വിട്ടുകൊടുക്കുന്നതിനനുസരിച്ച് ഇവർ UDF പ്രവർത്തകരുടെ മനോബലത്തെയാണ് ഇവർ ചോദ്യം ചെയ്തത്. ഞങ്ങളുടെ വികാരം ഇത് കോൺഗ്രസിന്റെ വികാരമാണ്, പാലാ നഗരസഭയുടെ വികാരമാണ്. പാലായിലെ ഓരോ UDF പ്രവർത്തകർ ചോര നീര് വാറ്റി സ്വതന്ത്ര മുന്നണിക്ക് പിന്തുണ കൊടുത്തപ്പോൾ അവിടെ പോലും സ്ഥാനാർത്ഥി നിർത്താതെ ഞങ്ങൾ നിർത്തി LDF അവിശ്വത്ത് വിട്ട് കൂട്ടുകെട്ടുണ്ടാകാനാണ് ശ്രമിച്ചത്. അവർ എല്ലാ രീതിയിലും അവിശ്വത്ത് കൂട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രവർത്തകരാണ് UDF പ്രവർത്തകർ. അവിശ്വാസം പാസ്സാക്കിയത് UDF പാലാ നിയന്ത്രണത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് അവിശ്വാസം. മണ്ഡലം കമ്മിറ്റിയാണ് പ്രമേയം പാസ്സാക്കിയത്. അപ്പം കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയിലെ പൊതുവികാരം ഐക്യകണ്ഠമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ച പൊതുവികാരം. പിന്നെ ഭരണമുണ്ടോ? ഐക്യജനാധിപത്യ മുന്നണിക്ക് നട്ടവും കോട്ടവും ഇല്ലാത്ത ഒരു ഭരണം ഇവിടെ ഉണ്ടായിരിക്കും. ആ ഭരണത്തിൽ കോൺഗ്രസ് ആയിരിക്കും ഭരിക്കുന്നത്. 6 പേര് മാത്രം. സ്വതന്ത്ര മുന്നണിയില്ലേ? സ്വതന്ത്ര മുന്നണി ഒരാളില്ലേ? 7 പേരില്ലേ? പിന്നെ UDF എന്ന് പറഞ്ഞാൽ ഇനി ജോസഫ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ADF ഉണ്ടല്ലോ, അവര് തീരുമാനം പറയട്ടെ. തീരുമാനം പറയുമ്പോൾ ഞങ്ങളുടെ തീരുമാനങ്ങൾ ഞങ്ങൾ മറുപടി പറയും. ബിനു പുളിക്കണ്ടത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം. അപ്പോൾ താഴേക്കടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എല്ലായിടത്തും ഉണ്ടാകാം. പക്ഷെ കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം ഒഫീഷ്യലായിട്ട് അവരുടെ KPCC പ്രസിഡന്റിനെ ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ പറയുന്നു, ആരാധനായ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ ഉൾപ്പെടെയുള്ള നിർദ്ദേശം അനുസരിച്ചാണ് വിപ്പ് നൽകിയതും അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് വിമതര്. അല്ല, അത് അവർ സംഘടനാപരമായ കാര്യമാണ്, സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അല്ലെങ്കിൽ DCC പ്രസിഡന്റിനെ പോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA കൂടിയാണ് അദ്ദേഹം പരസ്യമായി മീഡിയയോട് പറഞ്ഞ കാര്യമാണ് കോൺഗ്രസിൻ്റെ കെട്ടുറപ്പിനെയും അതിൻ്റെ സംഘടനാപരമായ രീതികളെക്കുറിച്ചൊക്കെ. അപ്പോൾ തീർച്ചയായും നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഷിനോജ് ST തുടരുന്നുണ്ട്. ഷിനോജ്, ഇപ്പോൾ നോക്കൂ, ഈ ഒരു ഉളുപ്പമില്ലാത്ത രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ പോലും തുടക്കം അവിടെ ഈ വ്യക്തിപരമായി പല ആരോപണങ്ങളുണ്ടായി, അസ്വാരസ്യങ്ങൾ, അത് പിന്നെ നീറി പുകഞ്ഞു, പിന്നെ ഒരു പൊട്ടിത്തെറിയിലേക്ക് പരസ്യമായി എത്തുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കേരള കോൺഗ്രസിൻ്റെ അടക്കമുള്ള നിലപാടെന്താണ്? ജോസ് കെ മാണി പാർലമെന്റിലാണ്, അദ്ദേഹത്തെ പ്രതികരണം തേടാൻ നമ്മൾ ശ്രമിച്ചു, കിട്ടിയില്ല. റോഷി അഗസ്റ്റിനെ ബന്ധപ്പെട്ടപ്പോൾ റോഷി പറയുന്നത് അതിന് ചെയർമാൻ പറയട്ടെ എന്നാണ്. ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കൂടിച്ചേരലിലേക്ക് തള്ളി പറയുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രതിരോധിക്കാമെങ്കിലും സംസ്ഥാന തലത്തിൽ കൂടി ഈ ഒരു ഭരണമാറ്റം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ ഷിനോജ്. പ്രത്യേകിച്ച് അല്പസമയം മുൻപ് ജോസ് കെ മാണിയുടെ ഒരു പ്രതികരണം അതൊരു കുറിപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: പാലാ നഗരസഭയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളെ ഉണ്ടായിരുന്നത് പൊറാട്ട് നാടകമാണ്. ആ പൊറാട്ട് നാടകം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഭരണപക്ഷത്തെ തന്നെ കൗൺസിലർമാരാണ് മുൻകൈയെടുത്തത്. അവരാണ് ആദ്യഘട്ടത്തിൽ അവിശ്വാസമായൊക്കെ തന്നെ രംഗത്ത് വന്നത്. അതിനുശേഷം ഒരു ജനാധിപത്യ സംവിധാനം എന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്തം എന്ന നിലയിലാണ് ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയമായി LDF മുന്നോട്ട് പോയത്. അതിനെ സ്വാഭാവികമായും കോൺഗ്രസ് പിന്തുണയ്ക്കുക മാത്രമാണ് ഉണ്ടായത്. മറ്റേതെങ്കിലും തരത്തിൽ പാലാ നഗരസഭയിലെ ഭരണം പിടിക്കാൻ ഞങ്ങൾ ഇല്ല എന്നതാണ് ജോസ് കെ മാണിയുടെ
ആ കുറിപ്പിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് നഗരസഭയുടെ ഭരണത്തിലേക്ക് ഞങ്ങളില്ല, അതേസമയത്ത് തന്നെ ഈ പുളിക്കക്കണ്ടം കുടുംബത്തിലെ മാറ്റി നിർത്തിയുള്ള ഏത് ഭരണ സംവിധാനത്തെയും പിന്തുണയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ജോസ് കെ മാണിയുടെ വരികളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ജോസ് കെ മാണിയുടെ അറിവോടുകൂടി, ജോസ് കെ മാണിയുടെ ഉത്തരവാദിത്തോട് നിൽക്കുന്ന നേതാക്കളുടെയൊക്കെ തന്നെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലൊരു ചരട് വലി, ഇത്തരത്തിലൊരു ധാരണയൊക്കെ തന്നെ പാലായിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള കോൺഗ്രസും അങ്ങനെ കൈ കൊടുക്കാൻ ഒരുങ്ങുകയാണ് പാലായിൽ എന്നതാണ് ഏറെ ചരിത്രപരമായി രാഷ്ട്രീയപരമായി ഇതിൽ കൗതുകം എന്ന് പറയുന്നത്. നേരത്തെ 6 വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്തെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിൽ കേരള കോൺഗ്രസ് എം LDFിന്റെ ഒപ്പം ചേരുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായത്. അതിനുശേഷം വീണ്ടും 6 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത്തരത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനകത്തുള്ള ഒരു തർക്കങ്ങളുടെ പേരിൽ കേരള കോൺഗ്രസ് എം വീണ്ടും കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ഇതിലെ ഇതിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കൗതുകം എന്ന് പറയുന്നത്. എന്തായാലും LDFിലൊക്കെ തന്നെ കൗൺസിലർമാർ പറയുന്നത് ഞങ്ങളങ്ങനെ കോൺഗ്രസിനെ ഒപ്പം നിർത്തേണ്ട, അതിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇന്ത്യ മുന്നണിയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട, രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ നേതാവ്. ഈ രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ നിൽക്കുന്ന നേതാക്കളാണ് ജോസ് കെ മാണിയൊക്കെ തന്നെ. അതിനാൽ തന്നെ അതിലേതെങ്കിലും തരത്തിൽ ഒരു കൈ കൊടുക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. പ്രാദേശികമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ, ഒരു ബാന്ധവം എന്നൊക്കെ പറയുമ്പോഴും അതിന് സംസ്ഥാന തലത്തിലുള്ള ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി ഉരുത്തിരിയുമോ? ഇങ്ങനെ പാലായിലെ ഭരണം വീഴുമ്പോൾ പുളിക്കക്കണ്ടം കുടുംബത്തിന് ഈ കസേര നഷ്ടമാകുമ്പോൾ എന്ന രാഷ്ട്രീയ കൗതുകവും ഇന്നത്തെ ഈ അപ്ഡേറ്റിനുണ്ട്.